മാപ്സ്റ്റിക് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ നടൻ ശങ്കറാണ് കൂടെ ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എറിക് റിലീസാവാൻ പോകുന്നു അല്ലേ? അപ്പോൾ എറിക്കിൻ്റെ ഒരു ട്രെയിലറും പിന്നെ ഇതൊരു പ്രൊമോ സോങ്ങും ഒക്കെ ഇറങ്ങിയിട്ടിട്ട് എനിക്ക് തോന്നുന്നു സാറ് ഡയറക്റ്റ് ചെയ്ത സിനിമ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. എന്താണ് എറിക്കിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്? ഇത് ഒരു ഹൊറർ ജോണറിൽ വരുന്നൊരു സിനിമയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ കഥ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഇത് സ്കോട്ട്ലൻഡിൽ നടന്നൊരു സംഭവമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുള്ളി അതിൻ്റെ ഒരു ഇത് വിവരിച്ചു. ഇങ്ങനെ റിയൽ ഇൻസിഡൻറ്റിൻ്റെ ഒരു പെൺകുട്ടിക്ക് ഒരു ഇല്യൂഷൻ ഉണ്ടാവുന്നു, പിന്നെ ആദ്യം അവളതിനെ തള്ളിക്കളയുന്നതും, പിന്നെ പിന്നീട് അതിലെന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളതിനെ അന്വേഷിച്ച് പോകുന്നതും, അങ്ങനെ പോകുമ്പോൾ അതിലൂടെ കണ്ടെത്തുന്ന കുറേ സംഭവങ്ങളും അതെങ്ങനെ അവളുടെ ലൈഫിനെ ബാധിക്കുന്നു, അതെങ്ങനെ എൻഡാവുന്നു എന്നുള്ളതാണ് ഒരു കഥ പറഞ്ഞത്. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് പറ്റില്ലല്ലോ. നമുക്ക് അതിൻ്റെ ഒരു നക്ഷൽ മാത്രം എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് പേരിരുന്ന് ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫോറിൻ കൺട്രിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്റ്റോറി അങ്ങനെയാണ്. അപ്പോൾ അത് വന്നപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളായി. ബിക്കോസ് ഇതൊരു ഫോറിൻ കൺട്രിയിൽ പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് നമുക്കതിൻ്റെ ഒരുപാട് പ്രോസസ്സിങ്, വിസ പ്രോസസ്സിങ്, ആർട്ടിസ്റ്റുകളുടെ, ടെക്നീഷ്യൻസിൻ്റെ, അതല്ലാത്ത അവിടുത്തെ വെതർ, ഇതൊക്കെ ഒരു പ്രോബ്ലമായിട്ട് വന്നു. എന്നാലും ഞാൻ ലണ്ടനാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് ഞാൻ ഓൾറെഡി ദുബായിലൊരു സിനിമ ചെയ്തിരുന്നു, മണൽ നഗരം എന്ന് പറഞ്ഞത്, സാൻഡ് സിറ്റി എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഡബ് ചെയ്തിരുന്നു ആ സിനിമ. അപ്പോൾ ഞാൻ വെച്ചത് വേറെ ലൊക്കേഷൻ പിടിക്കാമെന്ന്. അയാൾ ദുബായി വെച്ചാണ് കഥ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേറൊരു ലൊക്കേഷൻ പിടിക്കാം. അങ്ങനെ പല ലൊക്കേഷൻസും ആലോചിച്ചപ്പോൾ ഞാൻ ലണ്ടൻ സെലക്ട് ചെയ്തു. അങ്ങനെ ലണ്ടൻ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് ലൊക്കേഷൻസ് കാണുകയും പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണെന്ന് തോന്നി. ഔട്ട്ഡോർ എടുക്കാൻ പ്രശ്നമല്ല, അത് നമുക്ക് ചില പെർമിഷൻസും കാര്യം. പക്ഷേ ഇൻഡോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫ്. ബിക്കോസ് ഈ സിനിമയിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു 2 സെറ്റ് ഇട്ടു, UK സെറ്റുകൾ. ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്ന ലണ്ടനിൽ തന്നെയാണ്. അതെന്താണ് ഇൻഡോർ ചെയ്യാൻ അവിടെ ഒരു ഡിഫിക്കൽട്ടി വരുന്നത്? ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻസ് ഇല്ല. പിന്നെ എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ 23 ഡേയ്സ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര എക്സ്പെൻസീവായി. അതല്ലാതെ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് വിസ പ്രോസസ്സിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എല്ലാവർക്കും വിസ കിട്ടില്ല. അപ്പോൾ വിസ ഉള്ളവർക്ക് അവരെ നോക്കി കണ്ടെത്തി, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. നമ്മൾ സെറ്റ് ഇടുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം. മറ്റത് അങ്ങനെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലം ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ വിചാരിച്ച ടൈമിൽ തീർക്കാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. പക്ഷേ അത് സിനിമയ്ക്ക് അത് നല്ലൊരു റിച്ച്നെസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ആർട്ട് ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. എനിക്ക് സാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ട്രെയിലറിൽ ഇല്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഡയറക്ഷൻ ഇതൊക്കെ അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ബിക്കോസ് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന് മുമ്പ് ചെയ്ത ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ ഗസ്റ്റേ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാനൊന്നും ഫുൾ ലെങ്ത്തിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാനൊരു സോങ്ങിൽ മാത്രം വരുന്നുണ്ട്. ആ ഒരു സോങ് ഇപ്പോൾ റിലീസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ അതിൽ നിന്ന് നമ്മൾ കുറേ നാളുകളായി അങ്ങനെ ഒരു സോങ് പ്രതീക്ഷിച്ചിട്ടില്ല. അത് എന്താണ് ആ ഒരു സോങ്? പണ്ട് സാറ് ഒരുപാട് പാടി അഭിനയിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ അതൊക്കെ മെമ്മറീസ് ഒക്കെ. സോങ് നല്ലൊരു സോങ്ങാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി അത് അഭിനയിക്കണമെന്നൊന്നും വിചാരിച്ചല്ല. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു, ശങ്കർ എത്രയോ സിനിമയിൽ പാട്ടുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളല്ലേ, എത്രയോ ഹിറ്റ് ഗാനങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ അഭിനയിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒക്കെ ഒരു ടൈറ്റിൽ സോങ്ങാണ്, അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തതാണ്.